നമസ്കാരം, മീഡിയ ന്യൂസ് വർത്തമാനം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് തൊടുപുഴയുടെ പ്രിയങ്കരനായ മനോജ് കോക്കാട്ട് എന്ന രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകനാണ്. ബിസിനസ് രംഗത്ത് ശോഭിക്കുന്നതൊപ്പം തന്നെ സാമൂഹ്യ സേവന രംഗത്തും സാംസ്കാരിക രംഗത്തും ഒരുപോലെ പ്രവർത്തിക്കുന്ന ശ്രീ മനോജ് കോക്കാട്ടാണ് ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥി. അറിയാവുന്ന തന്നെ ദീർഘകാലം കോൺഗ്രസ് മേഖല രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ശോഭിച്ചു വരികയാണ്. പൊതുപ്രവർത്തനം ധനസമ്പാദനത്തിനുള്ള ഒരു മാർഗമല്ല. അതെ. മുസ്ലിം ഭാഷ്യത്തിൽ പറഞ്ഞാല് പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് ഏറ്റവും അമാനത്തുള്ള ഒരു കാര്യമാണ്. അതായത് നാം വിശ്വസിക്കുന്ന ദൈവത്തിന്റെ വലതു ഭാഗത്താണ് നല്ല പൊതുപ്രവർത്തന ഇഹലോക ജീവിതത്തിന് ശേഷം ഇരിപ്പിടം കിട്ടുന്നത് എന്നാണ് പറയുന്നത്. അതായത് അത്രയ്ക്ക് അമാനത്തുള്ള കാര്യമാണ്. വൈദികൻ എടുത്താല്, അല്ലെങ്കിൽ ഇമാം എടുത്താല്, അല്ലെങ്കിൽ പൂജാരി എടുത്താല്, അവർക്കൊക്കെ മേലെയാണ് സ്വർഗത്തിൽ മുകളിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഇരിപ്പിടം എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ആ രീതിയിൽ നല്ലൊരു ചിന്തയാണ്. കാരണം വിശ്വാസവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ പൊതുപ്രവർത്തനം അത്ര ഒരു ആദരവ് ആ രീതിയിൽ കൊണ്ടു നടക്കണം. അത് തീർച്ചയായും ഈ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന് ഒരു കളങ്കം വരാൻ പാടില്ല. ഇത് ഉപയോഗിച്ച് നമുക്ക് മാൽ പ്രാക്ടീസ് നടത്താൻ പറ്റും. പല കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് മടിശീല വീർപ്പിക്കുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷെ പണം മോട്ടീവ് അല്ലാതെ പൊതുരംഗത്ത് പൊതുപ്രവർത്തനത്തിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ അവിടെ ലഭിക്കുന്ന ഒരു അംഗീകാരം എന്ന് പറയുന്നത് അത് വലിയൊരു മനസ്സുഖമുള്ള കാര്യമാണ്. പണ്ടൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിലുള്ള ആളുകളല്ലാത്ത പൊതുരംഗത്തുള്ള പാർട്ടിയുടെ തലങ്ങളിലുള്ള ആളുകൾ, അവർക്കൊക്കെ ഗ്രാമമേഖലയിൽ ലഭിച്ചിരുന്ന അംഗീകാരങ്ങൾ ചെറുതല്ലായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അതിലെല്ലാം മൂല്യച്യുതി ഉണ്ടായിട്ടുണ്ട്. ചില ആളുകൾ ഈ രംഗത്തേക്ക് വരുന്നത് തന്നെ പൊളിറ്റിക്സ് മീൻസ് പവർ, അങ്ങനെ ഒരു മുദ്രാവാക്യത്തിലേക്കാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. സ്വാഭാവികമായും ആ പവറിനെ മിസ്യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ധനസമ്പാദനത്തിന് വേണ്ടി ഒരു പറ്റം ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഇവിടെ ഈ പൊതുപ്രവർത്തനം ഇന്ന് വലിയ സാമ്പത്തിക ചെലവുള്ള ഒരു മേഖലയുമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഈ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് പല കാര്യങ്ങളിലും നമ്മൾ ഇടപെട്ട് അതിനുവേണ്ടി സമയം ചെലവഴിച്ച് യാത്ര ചെയ്ത് അതിന്റെ പിന്നിൽ സ്ട്രെയിൻ ചെയ്ത് ഫോൺ വിളിച്ച് ആളെ കണ്ട് ഇതിനെല്ലാം വലിയ ചെലവുകൾ. പക്ഷെ ആ ചെലവുകളുടെ പേരിൽ ചില ആളുകള് ഇതിന്റെ ആ കാര്യങ്ങൾ നടത്തി കൊടുക്കേണ്ട ആളുകളെ വളരെയധികം ഊറ്റുന്ന ഒരു സമ്പ്രദായമുണ്ട്. പക്ഷെ അത് എനിക്ക് ഇന്ന രീതിയിൽ നിങ്ങളുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് ധനവ്യയം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് വാങ്ങിയോ അല്ലെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യുകയോ ചെയ്യുന്നതിന് പകരമായി ഇതൊരു ഗീവ് ആൻഡ് ബൈ എന്നുള്ളൊരു സിസ്റ്റത്തിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞത് അത് തന്നെയാണ്. അത് മാറ്റപ്പെടണം. അത് ഈ കാലഘട്ടത്തില് ഒരു അപരാധം തന്നെയാണ്. പൊതുപ്രവർത്തനത്തിൽ നിൽക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, സന്യാസം പോലെ തന്നെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കടന്നു വന്നാൽ മതി. പൊതുപ്രവർത്തകനാണ്, ഞാൻ വീട്ടിലേക്ക് എന്തെങ്കിലും കൊണ്ടുപോകണ്ടേ, ഇതിൽ നിന്ന് തന്നെ കൊണ്ടുപോകണ്ടേ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇത് സഫർ ചെയ്ത് ഇതിനകത്ത് നിൽക്കുവാൻ സൗകര്യമുള്ളവൻ വന്നാൽ മതി. അത് പിടിച്ചിരിക്കാൻ ഇതൊരു നിർബന്ധിതമായിട്ട് സൈനിക സേവനം ചില രാജ്യങ്ങളിലുള്ള പോലെ ആരും ഇതിനകത്ത് ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല. ഒരു ചോദ്യം, ഇപ്പൊ നമുക്കറിയാവുന്ന പോലെ ഇന്നത്തെ ഈ കൊച്ചു കുട്ടികൾ അല്ലെങ്കിൽ പുതിയൊരു തലമുറ പൊതുവെ രാഷ്ട്രീയ പ്രവർത്തനത്തിലും യുവാക്കളുടെ പ്രാതിനിധ്യം, താല്പര്യം, കാരണം ഫോക്കസിങ് വേറെ ഡിജിറ്റൽ വേൾഡിലാണ് കഴിയുന്നത്. അപ്പൊ അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ടാവോ? സ്വാഭാവികമായിട്ടും യുവാക്കള് ഇന്നത്തെ മലീമസമായ പൊളിറ്റിക്സില് അവരുടെ മനം മടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു ജനാധിപത്യ സംസ്കൃതിയുടെ ഭാഗമായി നമ്മൾ ജീവിക്കുന്ന ഒരു രാജ്യത്ത് അത് വിട്ടിട്ട് യുവാക്കൾ മാറിപ്പോകുന്നതിന് നമ്മൾ തടയിടേണ്ടതാണ്. അത് തീർച്ചയായിട്ടും അവര് അത്തരത്തിലുള്ള സിസ്റ്റത്തിൽ നിന്ന് അകന്നു പോകുവാൻ ശ്രമിക്കുമ്പോൾ അവരെ നമ്മൾ ഇതിനോട് അടുപ്പിക്കേണ്ടത് തന്നെയാണ്. കാരണം ഇവിടുത്തെ ഭരണ വ്യവസ്ഥിതികളും ഇവിടുത്തെ നിലവിലുള്ള റൂളിംഗ് സിസ്റ്റംസ് എല്ലാം ഒരു ജനാധിപത്യ സമ്പ്രദായത്തിന്റെ ഭാഗമായിട്ടാണ് നിലനിൽക്കുന്നത്. നമ്മുടെ ഭരണഘടനയുടെ ഒരു രീതി അനുസരിച്ച് അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആ സിസ്റ്റത്തില് ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളുമായി ഇതിൽ നിന്നൊക്കെ വിഡ്രോ ചെയ്തു പോകുന്ന അല്ലെങ്കിൽ വോട്ട് ചെയ്യാതിരിക്കുന്ന, രാഷ്ട്രീയത്തോട് താല്പര്യമില്ലാതിരിക്കുന്ന ആളുകൾ അവര് രാജ്യത്തിന് തന്നെ ഹിതകരമല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. അത്രയും കഷ്ടപ്പാടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു പ്രോഗ്രാം ക്രമീകരിക്കുന്നതിൽ ആളുകളെ കൂട്ടിച്ചേർത്ത് നിർത്തുന്നതിൽ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി നിലകൊള്ളണമെങ്കിൽ അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ ഒത്തിരി സമയവും ഒക്കെ മാറ്റിവെക്കേണ്ട കാര്യമാണ്, നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങളൊക്കെ മാറ്റിയിട്ട്. അപ്പൊ അതിന് നടുവിൽ ഓർപ്പിച്ചുകൊണ്ട് ഒരു രാജ്യം നിലനിൽക്കണമെങ്കിൽ യുവാക്കൾ ഈ രംഗത്തേക്ക് കടന്നു വരണം എന്നൊരു നല്ലൊരു സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇപ്പോൾ രണ്ടാം വട്ടമാണ് LDF സർക്കാർ വന്നിരിക്കുന്നത്. അപ്പൊ കോൺഗ്രസിന്റെ പ്രവർത്തനത്തിലെ ഏതെങ്കിലും പാകപ്പിഴകളോ അല്ലെങ്കിൽ പ്രതിപക്ഷം ശക്തമാകാത്തതുകൊണ്ടാണോ അങ്ങനെ അവസരം ഉണ്ടായത്? എന്താണ് അതിന് കാരണം? കേരളത്തിൽ 57 ഓൺവേഴ്സ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് മാറി ഗവൺമെന്റുകളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ തവണയാണ് അതിനൊരു വിഘ്നം സംഭവിച്ചുകൊണ്ട് ഒരു കണ്ടിന്യൂസ് ഗവൺമെന്റ് വന്നത്. ആദ്യ ഭരണകാലത്തെ ഒരു നല്ല കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണോ? ഒരു കാരണവശാലും അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഒരു പൊളിറ്റിക്കലൈസ് ചെയ്ത് അതിന് ഉത്തരം പറയുന്നതല്ല. അതൊരു കൊറോണയുടെയും പ്രളയത്തിന്റെയും ഒക്കെ ഒരു പശ്ചാത്തലത്തിന്റെ ബാക്കി പത്രമായിട്ടാണ് ആ രണ്ടാം ഗവൺമെന്റ് കടന്നു വരാനുള്ള കാര്യം. കേരളീയ സമൂഹത്തെ സംബന്ധിച്ച് ഞാനതൊരു കുറ്റപ്പെടുത്തി പറയുന്നതല്ല, പക്ഷെ ഒരു ഫാക്റ്റാണ്. അതായത് ഈ നമ്മൾ എന്തെങ്കിലും ഒരു ഈ വെറുതെ കിട്ടുക എന്ന് പറഞ്ഞാൽ
അതിൽ വളരെ ആകൃഷ്ടരായിട്ടുള്ള ജനവിഭാഗമാണ്. അത് ഉപയോഗശൂന്യമായ സാധനമാണെങ്കിലും വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് നാളത്തെ ദിവസത്തെ ടൈം ഇട്ടിട്ട് അത് ലഭ്യമാകും ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ആൾത്തിരക്കുണ്ടാവും. കേരളത്തിന്റെ ഒരു പശ്ചാത്തലം അതാണ്. അത് എന്തുകൊണ്ടാണെന്ന് അത് തന്നെ സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ സംസാരിക്കേണ്ട വിഷയമാണ്. പക്ഷെ ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു പശ്ചാത്തലത്തില് കുറെ ഈ സംഭാവനകള്, കുറെ ഭക്ഷ്യക്കിറ്റുകള്, കുറെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ആളുകളെ പ്ലീസ് ചെയ്യുന്ന രീതിയിലുള്ള ഇടപെടലുകൾ അന്നുണ്ടായി. അതിന്റെയൊക്കെ പിന്നാമ്പുറത്ത് നടന്ന അഴിമതികളുടെ കഥ വലിയ ഒരു ഞെട്ടിപ്പിക്കുന്നതാണ്. പക്ഷെ ആ താൽക്കാലികമായിട്ടുള്ള ആ ഒരു സംഭവ വികാസങ്ങൾ അതിന്റെ ഒരു ക്വിക്ക് റിസൾട്ട് എന്നുള്ള നിലയിൽ പെട്ടെന്ന് തെരഞ്ഞെടുപ്പിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ആ ചോദ്യത്തിന് ഉത്തരമായി എനിക്ക് പറയുവാനുള്ളത്. എന്റെ കാഴ്ചപ്പാട് അത് തന്നെയാണ്. അതായത് ആ ഒരു സാഹചര്യത്തിൽ അതിനെ ഹാൻഡിൽ ചെയ്തൊരു മെത്തേഡിൽ ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടു. അപ്പൊ അതായത് ഇപ്പൊ ഈ നമ്മളിപ്പോ അറിയാലോ, ഈ കോവിഡ് കൊറോണ കാലഘട്ടത്തിൽ ആളുകൾ ഐസൊലേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഗവൺമെന്റ് അല്ലെങ്കിൽ അർദ്ധ സർക്കാർ അല്ലെങ്കിൽ മറ്റ് വലിയ ധനാട്യന്മാരായിട്ടുള്ള വ്യവസായികൾ അവരുടെ സഹായത്തോടു കൂടി കിറ്റുകൾ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സിസ്റ്റം റൺ ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ കിട്ടിയപ്പോൾ അപ്പൊ അതിന്റെയൊക്കെ ഒരു ആ ഒരു ടൈമിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുകയും അതിന്റെ ഒരു റിഫ്ലക്സ് ആക്ഷൻ എന്നുള്ള നിലയിൽ സംഭവിച്ചതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അല്ലാതെ ഒരു ഗവൺമെന്റിന്റെ വിധിന്യായമല്ല അവിടെ നടന്നത്. ഒരു ഗവൺമെന്റ് ഇവിടുത്തെ പൊട്ടൻഷ്യലിനെ ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റ് എത്രമാത്രം ഔട്ട്പുട്ട് ഉണ്ടാക്കി എന്നുള്ള ഒരു അനലൈസിംഗിലേക്ക് ചിന്തിക്കുമ്പോൾ ബിഗ് സീറോയാണ്, യാതൊരു സംശയമില്ല. ഇവിടുത്തെ വിഭവങ്ങളെ, മനുഷ്യ വിഭവങ്ങളും ഇവിടുത്തെ പ്രകൃതിയും ഇവിടുത്തെ മറ്റ് ക്യാപിറ്റൽ ഇൻകംസ് എല്ലാം കൂട്ടി അതിനെ ഒരു പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുന്ന ഒരു ഗവൺമെന്റായി കഴിഞ്ഞ ഗവൺമെന്റിനെ കാണാൻ പറ്റില്ല, ഈ ഗവൺമെന്റിനെ കാണാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ ഉണ്ടായ വിജയം ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇത് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഉത്തരവാണ് ഞാൻ ആദ്യമായി പറഞ്ഞത്. അപ്പൊ നമ്മുടെ കുറേയധികം വിവരങ്ങൾ, അതായത് ശ്രീ മനോജ് കൊക്കാട്ടിന്റെ രാഷ്ട്രീയ പ്രവർത്തനം, അതോടൊപ്പം തന്നെ സോഷ്യൽ സർവീസ്, സ്പോർട്സ് മേഖല, ഇങ്ങനെയുള്ള മേഖലയെല്ലാം നമ്മൾ കേട്ടറിഞ്ഞു. അദ്ദേഹത്തിന്റെ സ്വന്തം മേഖല എന്നറിയപ്പെടുന്നത് തൊഴിൽ ഫീൽഡ് എന്ന് പറയുന്നത് ഡ്രഗ്സ് അല്ലെങ്കിൽ മെഡിക്കൽ ഔഷധ വ്യാപാര രംഗത്തെ ഷോപ്സ് നടത്തുകയാണ്. അപ്പൊ ആ മേഖലയ്ക്ക് ധാരാളം അറിവുകൾ കിട്ടി. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വരുന്നു. മറ്റൊരു എപ്പിസോഡിന് കൂടുതൽ വിശേഷം നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.